श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. ശൂർപ്പണഖ ആഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു ലക്ഷ്മണനോട് മുക്തിമാർഗ ഉപദേശമൊക്കെ ചെയ്ത് പുനരിത്തിരി നേരം ഇരുന്നീടിനോരനന്തരം കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടീഭൂതലെ മനോഹരെ ആ മനോഹരമായ പ്രദേശത്ത് സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി രാത്രിയിൽ ചരിക്കുന്നവൾ രാക്ഷസി. അവൾ വസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ജനസ്ഥാനം. ജനസ്ഥാനവാസിനിയായ കാമരൂപിണി. കാമരൂപിണി എന്നാൽ ഇഷ്ടാനുസരണം രൂപം മാറാൻ സാധിക്കുന്നവൾ. കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി. അപ്പോൾ ആ കാമിനി സുന്ദരിയായ ആ ശൂർപ്പണഖ ഭൂമിയിൽ കുറച്ച് അടയാളങ്ങൾ കണ്ടു. എന്താണ്? പങ്കജം താമരയുടെയും, ധ്വജം കൊടിയുടെയും, കുലിശം വജ്രത്തിൻ്റെയും, അങ്കുശം തോട്ടിയുടെയും ഒക്കെ ചില അടയാളങ്ങൾ. അപ്പം ഇതൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാലടി പതിയുന്നതാണ്. അപ്പോൾ ഈ പാദത്തിൻ്റെ അടികൾ പതിഞ്ഞ ഭാഗം തന്നെ ഇത്രയും മനോഹരമെങ്കിൽ അങ്ങനെ ഒരു പാദം ഉള്ള ആൾ എത്ര മനോഹരനായിരിക്കും. ഇങ്ങനെ ഒരു കൗതുകം ഉൾക്കൊണ്ട് രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം. ഭാനുമണ്ഡലം സൂര്യമണ്ഡലം ആയിരക്കണക്കിന് സൂര്യമണ്ഡലത്തിൻ്റെ അത്രയും തേജസ് ഉജ്വലം രാമനാഥം. ഭാനുഗോത്രജം. ഭാനു സൂര്യൻ. സൂര്യൻ്റെ ആ ഗോത്രത്തിൽ ജനിച്ച ഭവഭയനാശനം. ഈ സംസാരത്തിലുള്ള ഭയത്തെ നശിപ്പിക്കുന്ന പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം. കാമദേവന് തുല്യനായിട്ടുള്ള മാധവം മധുഹരം. മധു എന്ന രാക്ഷസനെ കൊന്ന അങ്ങനെയൊക്കെയുള്ള ശ്രീരാമചന്ദ്രൻ ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ടു. മീനകേതന ബാണം. മീനകേതനം കാമന്റെ ബാണം. ആ ബാണത്താൽ പീഡിതയായി എന്ന് വെച്ചാൽ കാമപരവശയായി ഏറ്റം. അങ്ങനെ രാക്ഷസിയുടെ ആ വേഷത്തെ മാറ്റി. അതാണ് നേരത്തെ പറഞ്ഞത്, കാമരൂപിണിയാണ്. തോന്നുമ്പോൾ വേഷം മാറാം. എന്നിട്ട് സുന്ദര വേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞ് ഒരു സുന്ദരിയുടെ വേഷത്തിൽ മന്ദഹസിച്ചുകൊണ്ട് ഇന്ദിരാവരനോട് മന്ദമായി ഉര ചെയ്താൾ. ആരടോ ഭവാൻ, ചൊല്ലിയിടൂ ആരുടെ പുത്രൻ എന്നും നേരോടെ, അതായത് നേരെ പറയണം, എന്തെങ്കിലുമൊക്കെ കളവ് പറയരുത്. എന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും, എന്താണ് കാരണം? മാത്രമല്ല ഇത്രയും സുന്ദരന്മാരായ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സന്യാസിമാരല്ല. അപ്പോൾ എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിന് ധരിച്ചിതു താപസവേഷമെന്നും, ഇതിൻ്റെയൊക്കെ പരമാർത്ഥം താപസവേഷമെന്നും ഇതൊക്കെ പറയണം. ഇനി തിരിച്ചു പറയുകയാണ്, എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. ഞാൻ ആരാണെന്ന് ആദ്യമേ അങ്ങ് പറയാം. നിന്നോടും, നീ എന്നോട് ചോദിക്കുമല്ലോ, നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി, രാവണന്റെ സഹോദരി ഞാൻ. ആഖ്യയ പേരുകൊണ്ട് ശൂർപ്പണഖ. സ്വയം പറയുകയാണ്, കാമരൂപിണിയല്ലോ ഞാൻ. രാക്ഷസിയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ആ ഒരു ഭാവത്തിലേക്ക്, രൂപത്തിലേക്ക് മാറാൻ സാധിക്കും. ഖരദൂഷണ തൃശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ. ഇവിടെ ചേട്ടത്തി അനുജത്തി ബന്ധമാണ് ഖരദൂഷണന്മാരും രാവണനും ശൂർപ്പണഖയും ഒക്കെ തമ്മിൽ.
അപ്പോൾ ഖരദൂഷണ ത്രിശിരാക്കൾ തുടങ്ങിയ രാക്ഷസന്മാർ എൻ്റെ ഭ്രാതാക്കന്മാരാണ്. അവരിവിടെ ജനസ്ഥാനത്താണ്. അവർക്കരികെ ഞാൻ ജനസ്ഥാനെ ഇരിപ്പത് സദാ. ഞാൻ അവരുടെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും. നീ ആരെന്ന് ഞാൻ അറിഞ്ഞില്ല. പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. നീ ആരാണെന്നറിയാൻ എനിക്ക് അത്യധികമായ താല്പര്യമുണ്ട്. നീ ആരാണ്? അപ്പോൾ ശ്രീരാമചന്ദ്രൻ തിരിച്ച് പറഞ്ഞു, സുന്ദരി കേട്ടുകൊള്ളുക. ഞാൻ അയോധ്യാധിപതി നന്ദനൻ, ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത. ധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരേ? നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നുടെ മനോഗതം, നിന്റെ മനസ്സിലെന്താണ്? ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്ന് രമിച്ചുകൊള്ളേണം. നിന്നിൽ അത്രയധികം അനുരാഗം വന്നു എനിക്ക്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. എന്നെ നീ വിവാഹം ചെയ്യണം. ഇത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ ജാനകി തന്നെ കടാക്ഷിച്ചു. ഒന്ന് സീതയെ നോക്കി പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോട് അരുൾ ചെയ്തിടിനാൻ. ശൂർപ്പണഖയോട് ഇപ്രകാരം പറഞ്ഞു, ഞാനിഹ തപോധനവേഷവും ധരിച്ച് ഓരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ. മാനസേ പാർത്താൽ വെടിഞ്ഞിടരുത് ഒന്നുകൊണ്ടും. ധർമ്മപത്നിയാണ് ഈ ജാനകി. അവളെ ഞാൻ ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി നിന്നെ കല്യാണം കഴിച്ചാൽ നിനക്ക് വരാൻ പോകുന്നത് സാപത്ന്യ ഉദ്ഭവ ദുഃഖമാണ്. സപത്നി എന്നാൽ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ. അപ്പോൾ ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടാകുന്നത് ഏതൊരു ഭാര്യയ്ക്കും അത്രയും സങ്കടമുള്ളതാണ്. അങ്ങനെ ഒരു ദുഃഖം നിനക്ക് വരും. കാരണം ഇപ്പോഴുള്ള എൻ്റെ ഈ ധർമ്മപത്നിയെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. അപ്പോൾ നിനക്ക് സാപത്ന്യ ദുഃഖം ഉണ്ടാകും. അത് കഷ്ടമാണെന്ന് പറയാണ്. ആ താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. നിന്നോട് എനിക്ക് ഇഷ്ടമുണ്ട്. കാരണം നീ ഈ സാപത്ന്യ ദുഃഖം സഹിക്കാൻ പാടില്ല. നിനക്ക് ഒരേ ഒരു ഭർത്താവായിട്ട് ആരെയെങ്കിലും ലഭിക്കും. അങ്ങനെ ഒരാളെ നീ തിരഞ്ഞുകൊള്ളുക. എന്നിട്ട് ലക്ഷ്മണനെ കാണിച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ. ലക്ഷ്മീദേവിക്ക് തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നീ ആവട്ടെ അതിസുന്ദരി, ലക്ഷ്മീദേവിയെ പോലെ സുന്ദരി. എൻ്റെ സഹോദരനായ ലക്ഷ്മണനാകട്ടെ അവനും സുന്ദരൻ. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. നിങ്ങൾ തമ്മിൽ വിവാഹം ചെയ്യുകയാണെങ്കിൽ നിന്നിൽ ദിനം തോറും എൻ്റെ സഹോദരന് ആസക്തി വർദ്ധിക്കും. മംഗളശീലൻ അനുരൂപൻ എത്രയും നിനക്കത്രയും അനുരൂപനാണ് അവൻ. നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ. ഭർത്താവാകെന്ന് തന്നെ ചൊന്നവളോട് ചിരിച്ചവനുമുര ചെയ്താൻ. അപ്പൊ ലക്ഷ്മണൻ തിരിച്ചു പറഞ്ഞു, എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. ഞാൻ ആരാണ്? മന്നവനായ രാമൻ തന്നുടെ ദാസൻ. ഞാനൊരു ദാസനാണ്. ധന്യേ, നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. നീ ഒരിക്കലും ഒരു ദാസിയാവേണ്ടവളല്ല, ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ ചെന്ന് നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമനോട് തന്നെ പറയൂ. കാരണം രാമനാണ് രാജാവ്. രാജാവെന്നാൽ ഏറ്റവും ഒരു സ്വാമിയുടെ സ്ഥാനത്ത് ഉള്ളത് രാമനാണ്. അപ്പോൾ നിനക്ക് ഒരു സ്വാമിനിയായിട്ടിരിക്കാം. ഇനി രാമനോട് തവ കുലശീല ആചാരങ്ങളല്ല, നീ ആരാണ്, നിന്റെ കുലമേതാണ്, നിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യം അതൊക്കെ പറയൂ. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ. തീർച്ചയായും നിന്നെ രാമൻ സ്വീകരിക്കും. ഒട്ടും മടിക്കേണ്ട നിന്നെ എന്നത് കേട്ട് രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ. അങ്ങനെ രണ്ടാമത്തെ തവണയും രാമന്റെ അടുത്ത് വന്നു.
എന്നെ നീ പരിഗ്രഹിച്ചിടുക, നല്ലൂ നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം. വീണ്ടും രാമനോട് വിവാഹം ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് ഒരു ഒരു ഓഫർ കൊടുക്കുകയാണ്. മന്നവ, ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്ന് ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും അനാരതം. ഈ ജനസ്ഥാനം എന്നത് എൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗിരിവന ഗ്രാമപ്രദേശങ്ങൾ ഓരോ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം നിന്നെ. എന്നിട്ട് എന്നോടുകൂടെ നടന്ന് ഓരോരോ ഭോഗമെല്ലാം നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇത്തരം അവൾ ഉര ചെയ്തത് കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിന് ഇവളുണ്ടെനിക്കിപ്പോൾ. എന്നെ ശുശ്രൂഷിക്കാനായിട്ട്, എൻ്റെ ധർമ്മപത്നിയായിട്ട് എനിക്കൊരാളുണ്ട്. എന്നാൽ ഒരുത്തി വേണം അവന്. എൻ്റെ സഹോദരൻ ഇപ്പോൾ ആരും തുണയില്ല. അതിനാരെന്ന് തിരഞ്ഞിരിക്കും, അതിനാരാ എനിക്കൊരു തുണ എന്ന് അവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. അങ്ങനെ അന്വേഷിക്കുന്ന നേരത്താണ് ഇപ്പോൾ നിന്നെ കണ്ടുകിട്ടിയത്. ഇത് വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. അപ്പൊ അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ദൈവമായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ വിഷമിക്കേ വേണ്ട, അവൻ തീർച്ചയായും നിന്നെ സ്വീകരിക്കും. തെരിക്കെന്നിനീ കാലം കളഞ്ഞിടാതെ ചെൽക. ഇങ്ങനെ നിന്ന് സമയം കളയാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ. കടുക്കെന്ന് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന്, നീ പറയേണ്ട താമസം അവൻ സ്വീകരിക്കും. അവൻ ആദ്യം അതൊക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉണ്ടാവുള്ളൂ. നീ ഒന്നുകൂടെ ചെന്ന് ചോദിച്ചു നോക്കൂ. രാഘവവാക്യം കേട്ട രാവണ സഹോദരി വ്യാകുല ചേതസ്സുടും ലക്ഷ്മണാന്തികേ വേഗാൽ. അപ്പോ രാമന്റെ വാക്യം കേട്ടിട്ട് വീണ്ടും രാവണ സഹോദരി അങ്ങോട്ട് ചെന്നു നിന്നപേക്ഷിച്ച നേരത്ത് കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ. നീ പറഞ്ഞു, എന്നോട് വെറുതെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നിന്നിൽ ഇല്ല ഏതുമൊരു കാംക്ഷ. എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നില്ല, പിന്നെ എങ്ങനെയാ കല്യാണം കഴിക്കുക? മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും നീ രാമനോട് തന്നെ പറ, എനിക്ക് നിന്നോട് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇഷ്ടവും തോന്നുന്നില്ല. ഇവിടെ എന്തിനാണ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുന്നത്? സ്വാഭാവികമായും ഒരു സാധാരണ രീതിയിൽ നമുക്ക് ഇത് കേൾക്കുന്ന നമുക്ക് തന്നെ തോന്നും, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കാരണം ഒരു നിമിഷം ശൂർപ്പണഖയാണ്, രാക്ഷസിയാണ് എന്നൊക്കെ നമ്മൾ മറന്നു പോകും. പക്ഷെ ഇവിടെ ശ്രീരാമചന്ദ്രന്റെ ഉദ്ദേശം രാവണ നിഗ്രഹമാണ്. രാവണനെ നിഗ്രഹിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയേ തീരുള്ളൂ. അപ്പോൾ ഇവിടെ ശൂർപ്പണഖ വന്നത് അതൊരു നിമിത്തമാണ്. ശൂർപ്പണഖയെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ ശൂർപ്പണഖ അക്രമാസക്തയാകുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമേ ശൂർപ്പണഖയെ മുറിവേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മുറിവേൽപ്പിച്ചാൽ മാത്രമേ അത് രാവണന്റെ അടുത്തെത്തിയിട്ട് രാവണൻ പകരം ചോദിക്കാൻ വരികയുള്ളൂ. അല്ലെങ്കിൽ രാവണൻ അറിയണം ഇങ്ങനെയൊരു സ്ത്രീ സീത ഇവിടെ ഉണ്ട് എന്ന് രാവണൻ അറിയണം. ഇതൊക്കെയാണ് രാമന്റെ പദ്ധതികൾ. അതിനായിട്ടാണ് ഇങ്ങനെ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ കൂടെ ഓർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ തോന്നും. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർക്കണം. ഇത് ശൂർപ്പണഖ എന്ന ആ സ്ത്രീയോട് ചെയ്യുന്ന ഒരു അപമാനമല്ല. ഇവിടെ ഉദ്ദേശം വേറെയാണ്. രാവണനെ കാട്ടിലേക്ക് വരുത്തിക്കണം. അപ്പോൾ മാത്രമേ ശ്രീരാമചന്ദ്രൻ എന്തിനാണോ കാട്ടിൽ വന്നത് അത് നടക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം ഈ സംഭവത്തെ എടുക്കാൻ. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് പിന്നെയും രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. വീണ്ടും ശ്രീരാമചന്ദ്രനെ തന്നെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
തന്നെ പരിഗ്രഹിക്കണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. എന്നാൽ ശ്രീരാമചന്ദ്രൻ വീണ്ടും തന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ കാമവും ആശാഭംഗം കൊണ്ട് കോപവും ഉള്ളിൽ ആഗ്രഹം മൂത്തിട്ട് ആ ആഗ്രഹം നടക്കാതെ വരുമ്പോഴുണ്ടാവുന്ന ആശാഭംഗം, അതിൽ നിന്നുണ്ടാകുന്ന കോപം അത് അത്യധികമാണ്, അതിനെ തടുക്കാൻ സാധിക്കില്ല. അതിപ്രേമവും ആലസ്യവും പൂണ്ട് ഇങ്ങനെ എല്ലാ ഭാവവും ഒരുമിച്ച് വന്നപ്പോൾ തൻ്റെ ആ രാക്ഷസമായ രൂപത്തിലേക്ക് മാറുകയാണ്. അതാണ് രാക്ഷസി. ശരിക്കും രാക്ഷസിയായ ആ ശൂർപ്പണഖ ഇപ്പോൾ ഒരു സുന്ദരിയുടെ മായാരൂപത്തിലാണുള്ളത്. ആ മായാരൂപവും വേർപെട്ട് അഞ്ജനശൈലം പോലെ, അഞ്ജനം എന്നാൽ കറുപ്പ് നിറം, നല്ല കറുത്ത ശൈലം, ഒരു പർവ്വതം പോലെ ആയിത്തീർന്നു. അത്രയും വലുപ്പമുള്ള ശരീരത്തോടു കൂടിയവളായി. അങ്ങനെയുള്ള കായം, അതുപോലെ ഒരു ശരീരം, അഞ്ജനശൈലം പോലെ ഒരു ശരീരത്തിൽ ഘോരദംഷ്ട്രയും കൈക്കൊണ്ട് ഏറ്റം കമ്പം ഉൾക്കൊണ്ട് വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയിൽ സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തും നേരം, രാമൻ തടുത്തു നിർത്തിയതേയുള്ളൂ. അപ്പോഴേക്കും ബാലകൻ, ബാലകൻ എന്നതുകൊണ്ട് ലക്ഷ്മണനെയാണ് ഉദ്ദേശിച്ചത്, ബാലകൻ കണ്ട് ശീഘ്രം കുതിച്ചു ചാടി വന്ന് വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം. ലക്ഷ്മണൻ പിന്നെ ഒന്നും നോക്കിയില്ല, ജ്യേഷ്ഠന്റെ അനുവാദത്തിന് പോലും കാത്തു നിന്നില്ല. ആ മനസ്സറിയുന്നത് പോലെ ഉറയിൽ നിന്ന് വാളൂരിയെടുത്ത് ആ ശൂർപ്പണഖയുടെ കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറിമുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു. ആ അലർച്ച കേട്ടിട്ട് ലോകമാകെ നടുങ്ങി വിറച്ചു. ഇനി നേരത്തെ പറഞ്ഞു അഞ്ജന ശൈലം പോലെ, ഒരു കരിനീല പർവ്വതം പോലെയാണ് ആ ശൂർപ്പണഖയുടെ ശരീരം. ഇനി ഇപ്പോൾ കാതും മൂക്കും മുലയുമെല്ലാം ഛേദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അങ്ങനെ രക്തമൊഴുകുകയാണ്. ഇതിനെ ഉപമിക്കുകയാണ് നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി. ഇവിടെ ചാടുന്നത് രക്തപ്പുഴയാണ്. ഒരു പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചോരപ്പുഴ, അത് 4-5 വഴി വരും അരുവിയാറുപോലെ. അങ്ങനെ ചെവിയിൽ നിന്ന്, മുലയിൽ നിന്ന്, മൂക്കിൽ നിന്നൊക്കെ ഒരുമിച്ച് ഒലിച്ചു വരുന്ന ചോര, ചോരയും ഒലിപ്പിച്ച് കാളരാത്രിയെ പോലെ. കാളരാത്രി എന്നതുകൊണ്ട് അത്യന്തം ഭീകരമായ ആ ഒരു അവസ്ഥ, കണ്ടാൽ തന്നെ പേടി തോന്നും എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ, വേഗത്തിൽ ഓടിപ്പോയി. അങ്ങനെ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോഴെന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. അങ്ങനെ മനോഗതമായിട്ടും അല്പം ഉറക്കെയായിട്ടും പറഞ്ഞു. അധികം വൈകാതെ രാവണൻ ഇവിടെയെത്തും. രാക്ഷസപ്രവരനായിടിന ഖരൻ മുമ്പിൽ, ശൂർപ്പണഖ നേരെ പോയത് സഹോദരനായ ഖരന്റെ മുമ്പിലാണ്. ഇനി അവിടെ ഖരന്റെ മുമ്പിൽ പോയിട്ട് അങ്ങ് വീഴുകയാണ് ചെയ്തത്. ആ വീഴ്ചയെ ഇവിടെ ഉപമിക്കുന്നു. പക്ഷമറ്റ് അവനിയിൽ, പക്ഷം ചിറക്, ചിറക് മുറിച്ച് ഭൂമിയിൽ പർവ്വതം വീണ പോലെ. പണ്ട് അങ്ങനെയാണ് പറയുന്നത്, പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. ഇന്ദ്രനാണ് തൻ്റെ വജ്രായുധം കൊണ്ട് അത് അരിഞ്ഞു വീഴ്ത്തിയത്. ആ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ പർവ്വതം എങ്ങനെയാണോ താഴെ നിലം പൊത്തിയത്, പെട്ടെന്ന് താഴെ വീണത്, ഇതേപോലെ. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു കറുത്ത പർവ്വതം പോലെയാണ് ശൂർപ്പണഖ. അപ്പോൾ ആ പർവ്വതം നിലത്തടിച്ച് വീണതുപോലെ എന്ന രീതിയിലാണ് ഖരന്റെ മുമ്പിൽ പോയി അങ്ങോട്ട് വീഴുന്നത്. രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത, തൻ്റെ മുമ്പിൽ പതിച്ച നിജ സോദരി തന്നെ നോക്കി, തൻ്റെ സോദരിയെ നോക്കി ചൊല്ലിനാൻ ആശു ഖരൻ. ഖരൻ ഇപ്രകാരം ചോദിക്കുകയാണ്, മൃത്യു തൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാര് എന്ന് എന്നോട് എത്രയും വിരയേ നീ. ഇവിടെ വളരെ രസകരമായിട്ടാണ് ചോദിക്കുന്നത്, ആർക്കാണ് മരിക്കാൻ ഇത്ര ആവേശം എന്നാണ്. അതാണ് മൃത്യുവിൻ്റെ വക്ത്രത്തിൽ, ആ മരണവായയിലേക്ക്, മരണമുഖത്തേക്ക് സത്വരം പ്രവേശിച്ചു
എന്ന് വെച്ചാൽ നിന്നെ ആരുപദ്രവിച്ചോ അവൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്ന് നിശ്ചയം. ഇനി ഒരു സംശയം വേണ്ട. അപ്പോൾ ആർക്കാണ് ഇത്ര ആവേശം മരിക്കാൻ എന്ന് ചൊല്ല്, എന്നോട് ചൊല്ലൂ, എത്രയും വിരയെ ഒട്ടും താമസിക്കാതെ ചൊല്ലൂ. വീർത്ത് വീർത്തേറ്റം വിറച്ചലറി, വീണ്ടും അലർച്ചയോടുകൂടെ സഗദ്ഗതം ആർത്തി പൂണ്ടോർത്ത് ഭീത്യ ചൊല്ലിനാൾ അവൾ അപ്പോൾ. അപ്പോൾ ശൂർപ്പണഖ പറയുകയാണ്, മർത്യന്മാർ 2 മനുഷ്യരാണ്, ദശരഥപുത്രന്മാർ ഇരുവരും ഉണ്ട് ഉത്തമ ഗുണവാന്മാരെത്രയും, സാധാരണക്കാരല്ല, അവർ അത്രയും ഗുണവാന്മാരായിട്ടുള്ളവരാണ്, പ്രസിദ്ധന്മാർ, രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമം. അവർ തനിച്ചല്ല, ഒരു കാമിനിയുണ്ട് കൂടെ, സീത എന്നവൾക്ക് പേർ. അഗ്രജൻ നിയോഗത്താൽ, ഇതിൽ ജ്യേഷ്ഠനായ രാമന്റെ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ, ഉഗ്രപരാക്രമിയായ അനുജൻ ഖഡ്ഗേന ഛേദിച്ചിതു, വാളുകൊണ്ട് ഛേദിച്ചു മത് കുജാതികളെല്ലാം, എൻ്റെ മുലയും മൂക്കുമെല്ലാം ഛേദിച്ചത് ആ ലക്ഷ്മണനാണ്. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്ത്, നീ ശൂരനാണ്, സഹോദരനോട് പറയുകയാണ്, അങ്ങനെയുള്ള നീ കൊല ചെയ്ത്, അവരെ കൊല ചെയ്തിട്ട് ചോര നൽകുക, എനിക്ക് അവരുടെ ചോര തരിക. ദാഹം തീരുമാർ എനിക്ക് എൻ്റെ ദാഹം തീരുമാർ എനിക്കത് കുടിക്കണം. അതുമാത്രമല്ല, പച്ചമാംസവും തിന്ന് രക്തവും പാനം ചെയ്യിൽ, അങ്ങനെ അവരെ കൊന്ന അതിൻ്റെ ആ പച്ച മാംസവും രക്തവും തിന്ന് കുടിച്ച്, അങ്ങനെ ആയാൽ മാത്രമേ ഇച്ഛ വന്നിടും, എനിക്കൊരു തൃപ്തി കിട്ടുകയുള്ളൂ. ഇത് മമ നിശ്ചയം, ഇത് നിശ്ചയമാണ്, ഇത് തീർച്ചയായും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കണം എന്നിവ കേട്ട് ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള, എന്തായാലും നിന്നോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറിയ അവർ നല്ലവരല്ല, ദുർനയമുള്ള മാനുഷ അധമന്മാരെ, മനുഷ്യരാണെന്ന് പറഞ്ഞു, പക്ഷെ അവർ അധമന്മാരാണ്. അവരെ കൊന്ന് മത് ഭഗിനിക്ക്, എൻ്റെ സഹോദരിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിന് ആശു പെട്ടെന്ന് തന്നെ 14 പേർ, തൻ്റെ അനുചരന്മാരായ 14 പേരോട് പറയുകയാണ്, നിങ്ങൾ പോക, വേഗം ചെല്ലൂ. എന്നിട്ട് ശൂർപ്പണഖയോട് പറഞ്ഞു, നീ കൂടെ ചെന്ന് കൊടുത്തിടൂ, എന്നാൽ ഇവരാകൂതം വരുത്തിയിടും, എന്നാൽ നിന്റെ ഇച്ഛ ഇവർ നടത്തും, നിനക്ക് നിന്റെ ആഗ്രഹം പോലെ അവർ ചെയ്യും, മടിയാതെ അവരുടെ കൂടെ ചെന്ന് ആ സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നവളോട് പറഞ്ഞയച്ചാൻ. ഖരൻ ഏറ്റവും ഉന്നതന്മാരാം കൂട്ടത്തിൽ വീരശൂര പരാക്രമികളായ 14 രാക്ഷസരെയും, അവരെ എന്തൊക്കെ എടുത്താണ് അവർ പോകുന്നത്? ശൂലം, മുദ്ഗരം, മുസലം, അസി, ചാപം, ഭിണ്ടിപാലം. ശൂലം, മുദ്ഗരം എന്നാൽ മുള്ള് ഉള്ള ഈ ഇടിക്കുന്ന ആയുധം, മുസലം ഇരുമ്പുലക്ക, അസി വാൾ, ചാപം വില്ല്, ഭിണ്ടിപാലം കവിണി, ഇങ്ങനെ എറിയുന്ന ഒരു ആയുധം. ഇങ്ങനെയുള്ള പലവിധ ആയുധങ്ങളുമായി ക്രുദ്ധന്മാർ ആർത്തുവിളിച്ച് ഉദ്ധതന്മാരായി ചെന്നു, അഹങ്കാരത്തോടെ ചെന്ന് യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ, അങ്ങനെ ഉള്ളിൽ ദേഷ്യം വരണം, എന്നാൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 14 ഒരുമിച്ച് ശസ്ത്രമുഖം പ്രയോഗിച്ചാർ. ഒരുമിച്ചവർ ശസ്ത്രത്തെ, ആയുധങ്ങളെ പ്രയോഗിച്ചു. ചുറ്റും നിന്ന്, രാമന്റെയും ലക്ഷ്മണന്റെയും ചുറ്റും നിന്നവർ ഒറ്റയടിക്ക് പ്രയോഗിക്കുകയാണ്. മിത്രഗോത്രോദ്ഭൂതനാം, മിത്രൻ സൂര്യൻ, സൂര്യഗോത്രത്തിൽ ഉദ്ഭവിച്ച ഉത്തമോത്തമനായ രാമൻ ശത്രുക്കളയച്ചോറ് ശസ്ത്രമുഖം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചു. തിരിച്ചു ഇങ്ങോട്ട് വന്നതിനെയൊക്കെ പ്രത്യേകം ഓരോ ശരം അയച്ച് അവയെയൊക്കെ ഖണ്ഡിച്ചു. പ്രത്യർത്ഥിജനത്തെയും, തൻ്റെ ശത്രുക്കളായ അവരെ വധിച്ചാൻ ഓരോന്നിനാൽ, ഓരോ ശരം കൊണ്ടും അവരെയൊക്കെ വധിച്ചു. ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ചു മണ്ടി. ശൂർപ്പണഖ ഉടനെ അവിടെ നിന്ന് വിട്ടു. ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണ് അലറിനാൾ. തിരിച്ചു വന്ന് വീണ്ടും കരയാൻ തുടങ്ങി.
എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊൽനീ. അപ്പൊ ഖരൻ ചോദിക്കുന്നു, എവിടെ അവർ? 14 പേരെവിടെ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങ് ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ട്. ശൂർപ്പണഖ പറഞ്ഞു, നേരെ പോയിട്ട് രാമനോട് എതിരേറ്റു. അതിനുശേഷം രാമസായകങ്ങൾ, രാമൻ അയച്ച അസ്ത്രങ്ങൾ കൊണ്ട് ഇങ്ങിനി വരാത്തവണ്ണം പോയാർ തെക്കോട്ടവർ. തെക്കോട്ടെടുക്കുക എന്നാൽ മരിച്ചു എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാൾ. അത് കേട്ടുവന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അത് നേരം, പോരിക നിശാചരർ 14,000. നേരത്തെ 14 നിശാചരരാണ് പോയതെങ്കിൽ ഇനി 14,000 വരട്ടെ. പോരിന് ദൂഷണനും, ഖരന്റെ സഹോദരൻ ദൂഷണൻ, അനുജൻ തൃശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നത് കേട്ട നേരം ശൂരനാം തൃശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിന് ഉഴറ്റോടെ, അഹങ്കാരത്തോടെ അങ്ങനെ അവർ ചെന്നു. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം, ഇത്രയും ആളുകൾ വരുമ്പോഴുണ്ടാവുന്ന ഒരു കോലാഹലം ഉണ്ടാവും. ഇത് ദൂരെ നിന്നേ കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ, ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷം ഇതെന്ത് ശബ്ദമാണിത്? നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം. ഞാൻ ഊഹിക്കുന്നു ആ രാക്ഷസന്മാർ നമ്മളോട് യുദ്ധത്തിന് വരികയാണ്. ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാം. ഇപ്പോൾ ഘോരമായ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. ധീരതയോടും അത്ര നീ ഒരു കാര്യം വേണം. ലക്ഷ്മണനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. നീ അവിടെ കാവൽ നിൽക്കണം. ഞാൻ ഒരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ. ഞാൻ മതി. മാനസേ നിനക്ക് സന്ദേഹമുണ്ടായിടല. നീ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഞാൻ ഒറ്റയ്ക്കിവരോട് പൊരുതി നിൽക്കും. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെ ആണയുമിട്ട് കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. മറ്റൊന്നും ചൊല്ലുന്നില്ല എന്ന് എന്നെ ആണയുമിട്ട്, അതായത് സത്യം ചെയ്തുകൊണ്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സത്യം ചെയ്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കറ്റവാർ കുഴലിയെ, സുന്ദരിയായ എൻ്റെ പത്നിയെ സീതയെ നീ രക്ഷിച്ചുകൊള്ളുക. ലക്ഷ്മീദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്ന്. ശരി, ജ്യേഷ്ഠനെ വിശ്വാസമുള്ള ലക്ഷ്മണൻ ശരി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പൊക്കാൻ. ഒരു ഗുഹയിൽ സീതാദേവിയെ ആക്കിയിട്ട് അവിടെ കാവൽ നിന്നു. ഖരവധം. ചാപബാണങ്ങളെയും എടുത്തു പരികരം ആഭോഗാനന്ദം ഉറപ്പിച്ചു സന്നദ്ധനായി. ചാപബാണങ്ങളൊക്കെ എടുത്തിട്ട് ആ ദൂഷണനും ത്രിശിരസ്സുമൊക്കെയാണ് ആദ്യം വന്നത്. പരികരം, അരയും തലയും മുറുക്കി എന്ന പോലെ ആനന്ദം ഉറപ്പിച്ചു. ആ യുദ്ധം ചെയ്യാനുള്ള ആവേശത്താൽ അങ്ങനെ യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ എല്ലാവരും വന്നൊരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ. ശസ്ത്രങ്ങളുടെ ഒരു കൂട്ടം ഒരുമിച്ചങ്ങ് പ്രയോഗിച്ചു രാമന് നേരെ. വൃക്ഷങ്ങൾ, പാഷാണങ്ങൾ എന്നിവ കൊണ്ടും, ശരം മാത്രമല്ല വൃക്ഷങ്ങൾ, വലിയ വൃക്ഷങ്ങൾ, അതുപോലെ വലിയ പാഷാണങ്ങൾ, പാറക്കല്ലുകളൊക്കെ എടുത്ത് എറിയുകയാണ്. ഏറ്റം പ്രക്ഷേപിച്ചിതുവേഗാത് പുഷ്കരനേത്രന്മേൽ. ഇവിടെ ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്കാണ് ഇവരെ നേരിടുന്നത്. തൽക്ഷണം അവയെല്ലാം എയ്ത് ഖണ്ഡിച്ചു രാമൻ, എല്ലാം ഖണ്ഡിച്ചു. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു. നിശിത അഗ്രബാണങ്ങൾ തന്നാൽ എല്ലാ രക്ഷോവീരന്മാരെയും സായക ആവലി, അമ്പുകളുടെ കൂട്ടം, അത് തൂകി നിഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചതുപോലെയാണ് പറയുന്നത്. അത് അവരുടെ മേൽ അങ്ങനെ വർഷിച്ചു. നിശിത അഗ്രബാണങ്ങൾ, കൂർത്തുമൂർത്ത ആ അഗ്രത്തോടുകൂടിയ ബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അതുനേരം. അങ്ങനെ സേനാപതിയായ ദൂഷണൻ ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോൾ ഭഗവാനാകട്ടെ ഉഗ്രസന്നിഭനായി
പരമശിവൻ സംഹാര രൂപം പൂണ്ടതുപോലെയായി. അങ്ങനെയുള്ള രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം. രാമന്റെ നേർക്ക് ബാണഗണത്തെ തൂകി എന്നാൽ അയച്ചു. അവയെയെല്ലാം അവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാൽ തിരിച്ച് അതേപോലെ വേഗത്തിൽ ശരങ്ങൾ എഴുതിട്ട് എൺമണിപ്രായമാക്കി, വളരെ തുച്ഛമാക്കി തീർത്തു. 10,000 ബാണങ്ങൾ വന്നതിനെ തിരിച്ച് ശരങ്ങൾ എഴുത് എല്ലാറ്റിനെയും ഖണ്ഡിച്ചു. പിന്നീട് വളരെ കുറച്ച് ശരങ്ങൾ മാത്രമാക്കി തീർത്തു. ഇനി 4 ബാണങ്ങൾ എഴുതു തുരകം 4-നെയും, 4 കുതിരകൾ ഉണ്ടായിരുന്നു, 4-നെയും കാലവേശ്മനി കാലപുരത്തിൽ ചേർത്ത് സാരഥിയോടും കൂടെ, ആ രഥത്തിൻ്റെ സാരഥിയോടും കൂടെ. എന്നിട്ട് ആ ദൂഷണന്റെ ചാപവും മുറിച്ചു. തൽക്കേതുവും കൊടി, രഥത്തിൻ്റെ കൊടിയും മുറിച്ചു കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ ദൂഷണൻ. പിൽപ്പാട് ശതഭാര ആയസം, ശതഭാരം 100 ടൺ ഭാരം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഭാരമുള്ള ആയസ നിർമ്മിതമായ, ഇരുമ്പുകൊണ്ട് നിർമ്മിതമായ കെൽപ്പേറും പരിഖം, ഇരുമ്പുലക്ക, അത്രയും ഭാരമുള്ള ആ ഇരുമ്പുലക്കയും ധരിച്ച് കയ്യിലെടുത്തു വന്നാൻ അവൻ. തൽ ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി. അങ്ങനെ വന്ന ആ ദൂഷണന്റെ കയ്യെ തന്നെ രാമൻ ഛേദിച്ചു. എന്നിട്ട് തത് പരിഖത്താൽ, അവൻ കൊണ്ടുവന്ന ആ ഇരുമ്പുലക്ക കൊണ്ട് പ്രഹരിച്ചിതു, അവനെ തന്നെ പ്രഹരിച്ചു സീതാപതി. അങ്ങനെ മസ്തകം പിളർന്ന് അവൻ ഉർവിയിൽ വീണു, ഭൂമിയിൽ വീണു. സമവർത്തിപത്തനം, അതും യമപുരമാണ്. യമപുരത്തിൽ പ്രവേശിച്ചിതു ദൂഷണനും. അങ്ങനെ ദൂഷണൻ ആ ഇരുമ്പുലക്കയുടെ പ്രഹരത്താൽ കൊല്ലപ്പെട്ടു. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും, ത്രിശിരസ് എന്ന പേര് പോലെ തന്നെ 3 ശിരസ്സുള്ളവനാണ് ത്രിശിരസ്. രോഷേണ 3 ശരം കൊണ്ട് രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ, 3 ബാണങ്ങൾ എയ്താൻ. തിരിച്ച് 3 ബാണങ്ങൾ എഴുത് ഇതിനെല്ലാം ഖണ്ഡിച്ചു. 3 മെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും. തിരിച്ച് വീണ്ടും 3 എഴുതിയിട്ട് അതിനെ ഈ ത്രിശിരസ് മുറിച്ചു. 100 ബാണങ്ങൾ എയ്താൻ അന്നേരം ദാശരഥി. 100 എയ്തു, 100 ഖണ്ഡിച്ചു. അപ്പോൾ ത്രിശിരസ് ഒട്ടും മോശമല്ല എന്നാണ് കാണിക്കുന്നത്. പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവൻ അയുധം 10,000 ബാണമെയ്താൻ. അവനീപതി വീരൻ അവയും, അവനീപതി ഭൂമിയുടെ പതി, ഭൂമിദേവിയായ സീതാപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അവയും നുറുക്കിനാൻ. അപ്പോൾ ഭീകരമായ ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി 3 ശിരസ്സുള്ള അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അങ്ങനെ ഭഗവാൻ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു അമ്പെയ്തിട്ട് ആ ത്രിശിരസിൻ്റെ 3 ഉത്തമാംഗങ്ങൾ 3, അപ്പോൾ 3 തലയും മുറിച്ചു പന്താടിനാൻ. അന്നേരം ഇവർ 2 പേരും മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ഖരൻ ആദിത്യ ആഭ തേടിയിടും രഥം, ആദിത്യൻ്റെ സൂര്യൻ്റെ പ്രകാശമുള്ള അതുപോലെ ഒരു രഥം എടുത്തിട്ട് തന്നിൽ 6 കരയേറി ഞാണൊലിയിട്ടു. താൻ വന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലെ ആ വില്ല് കുലച്ചു. വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാൻ, ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. അത്രയും ബാണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എയ്യുകയാണ്. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ. ഇവിടെ ഖരൻ അവരെക്കാളും യുദ്ധവീരനാണ് എന്ന് കാണിക്കുകയാണ്. രാഘവൻ അയച്ച ആ ശരത്തിനെ പൊട്ടിച്ചു. മാത്രമല്ല ഭഗവാന്റെ മുഷ്ടിദേശേ ബാണമെയ്താശു ഖരൻ. മുഷ്ടി, കൈമുഷ്ടി,
ആ മുഷ്ടി സ്ഥലത്തേക്ക് നോക്കിയിട്ട്, അപ്പോൾ കയ്യിൽ നിന്ന് ആ വില്ലും അമ്പും വില്ലും ഒക്കെ തെറിച്ചു പോകും. അങ്ങനെ ആ മുഷ്ടിദേശം നോക്കിയിട്ട് ഖരൻ ബാണമെയ്തു. മാത്രമല്ല ഭഗവാന്റെ ചട്ടയും നുറുക്കിനാൻ, പടച്ചട്ടയൊക്കെ നുറുക്കി. പിന്നീട് ആ ദേഹവും ശരങ്ങൾ കൊണ്ട്, ഭഗവാന്റെ ദേഹത്തെ ശരങ്ങൾ കൊണ്ട് ഒട്ടൊഴിയാതെ പിളർന്നിടിനാൻ. പിളർന്നു എന്ന് വെച്ചാൽ മുറിവേൽപ്പിച്ചു. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഭഗവാനെ കാണേണ്ടി വരുമെന്ന്. അപ്പോൾ അവിടെ ഉള്ളത് താപസന്മാരും പിന്നെ ആകാശത്ത് നിന്ന് ദേവന്മാരും ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ താപസ ദേവാദികളായുള്ള സാധുക്കളും താപമോടെ അയ്യോ കഷ്ടം എന്ന രീതിയിൽ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. എന്നാലും ഭഗവാനെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്ന് ഭയത്തോടെ, ഭയമുണ്ട് എങ്ങാനും രാമൻ തോറ്റുപോകുമോ. അങ്ങനെ അമരരും ദേവന്മാരും താപസന്മാരും ഉള്ള ശക്തിയിൽ രാമന് ആ ഒരു ഉത്തേജനം കൊടുക്കാൻ, രാമൻ ജയിക്കട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ശ്രീരാമചന്ദ്രൻ തൽക്കാലെ ആ സമയത്ത് കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ, അഗസ്ത്യ മഹർഷിയുടെ കയ്യിൽ മുന്നം ശക്രനാൽ ഇന്ദ്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം, ഒരു ദിവ്യമായ അമ്പും വില്ലും തൃക്കൈയിൽ കാണായി വന്നു. അപ്പോഴേക്കും ഭഗവാൻ സ്മരിച്ചു, അത് ഭഗവാന്റെ കയ്യിൽ അപ്പോൾ കാണായി വന്നു. ഇത് എത്രയും ചിത്രം, അത്ഭുതം തന്നെ. മുഖ്യ വൈഷ്ണവചാപം, അതാണ് വൈഷ്ണവചാപം. അത് കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ അങ്ങനെ ആ വൈഷ്ണവചാപം കയ്യിലേന്തിയ സമയത്ത് ഭഗവാന് മുൻപ് ഇല്ലാത്ത വിധത്തിൽ ഒരു തേജസ് കാണായി വന്നു. ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ, അരനിമിഷം കൊണ്ട് ആ ഖരൻ്റെ ചാപവും പടച്ചട്ടയും കുണ്ടലം ഹാരം, അങ്ങനെ എന്തൊക്കെ അലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ടാണോ ആ ഖരൻ വന്നത് അതൊക്കെ എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് സൂതനെ കൊന്നു. തുരകങ്ങളും തേരും പൊടിച്ച് ആദിനായകൻ അടുത്തിയിടിന നേരത്തിങ്കൽ പിന്നെ ഭഗവാൻ ഒരു ഊർജപ്രവാഹം പോലെയായിരുന്നു. ഭഗവാൻ അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാൻ തുടങ്ങി. സൂതനെ കൊന്നു, തുരകങ്ങൾ കുതിരകളെ കൊന്നു, ആ തേരും പൊടിച്ചിട്ട് ആദിനായകനായ ഭഗവാൻ അങ്ങനെ അടുത്ത നേരത്ത് മറ്റൊരു തേരിൽ കരയേറിനാൻ. അപ്പോൾ ഖരനും മായാവിയാണ്. എപ്പോൾ ഒരു തേര് വേണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ അവിടെ വരുത്താൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ തേര് പൊടിഞ്ഞപ്പോൾ അടുത്ത തേരിൽ കയറി. തെറ്റെന്ന് പൊടിച്ചിതു രാഘവൻ, അതും അപ്പോൾ തന്നെ ആ തേരും പൊടിച്ചു. പിന്നെയും ഗദയുമായി അടുത്താൻ ആശു ഖരൻ. അപ്പോൾ ഖരൻ ഗദയും എടുത്തു വന്നു. ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ തിരിച്ച് അതേപോലെ ആ വിശിഖങ്ങളാക്കി അതിനെയൊക്കെ തവിട് പൊടിയാക്കി. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നു. വീണ്ടും മൂന്നാമതൊരു തേരിൽ കയറി അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. അങ്ങനെ ഇവർ തമ്മിൽ പ്രയോഗിച്ച അസ്ത്രങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഘോരമാം ആഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ ആഗ്നേയാസ്ത്രത്തെ എയ്തു. അപ്പോൾ അഗ്നിയെ തടുക്കാൻ ജലത്തിനാണ് സാധിക്കുക. അപ്പോൾ തിരിച്ച് വാരുണാസ്ത്രേണ, ജലത്തിൻ്റെ ദേവതയാണ് വരുണൻ. അപ്പോൾ വരുണൻ്റെ അസ്ത്രം കൊണ്ട് ജലത്തിൻ്റെ ഒരു ഫലമാണ് ഉണ്ടാവുക, വെള്ളം തളിച്ചാൽ എന്ന പോലെ. അങ്ങനെ ആ അഗ്നേയാസ്ത്രത്തിൻ്റെ ആ ഒരു ഫലമില്ലാതെയാകും. അങ്ങനെ വാരുണാസ്ത്രേണ തടുത്തിയിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തു, അത് ഐന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ട് രാക്ഷസവീരൻ. അപ്പോൾ ഖരനും ഒട്ടും മോശമല്ല, കൗബേരമസ്ത്രമെയ്തു, തിരിച്ച് ഐന്ദ്രാസ്ത്രം കൊണ്ട് ശ്രീരാമചന്ദ്രൻ അത് തടുത്തു. അത് കണ്ട രാക്ഷസവീരൻ നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതു. അപ്പോൾ തിരിച്ച് ശ്രീരാമചന്ദ്രൻ യാമ്യാസ്ത്രേണ, യമന്റെ അസ്ത്രം വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യം അയച്ചു. വായുദേവന്റെ അസ്ത്രം അത് അയച്ചപ്പോൾ മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ
ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ട് ശാന്തമായത് കണ്ട് ഖരനും. ഗാന്ധർവമയച്ചപ്പോൾ ഭഗവാൻ തിരിച്ചയച്ച ഗൗഹ്യകം എന്ന അസ്ത്രം കൊണ്ട് ആ ഗാന്ധർവ അസ്ത്രം അത് നിശബ്ദമായി ശാന്തമായി പോയി. ഇത് കണ്ട് ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചു. അത് കണ്ട് രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീക്ഷ്ണമാം ഐഷികാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ. അങ്ങനെ ഐഷികാസ്ത്രത്തെ എയ്തപ്പോൾ രഘുപതി വൈഷ്ണവാസ്ത്രേണ അത് മൂന്നമ്പുകൊണ്ട് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കി. എന്നിട്ട് സാരഥി തന്നെ കൊന്നു, തുരകങ്ങളെ കൊന്നു, തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടു. പിന്നീട് ഖരൻ തൻ്റെ കയ്യിൽ ഒരു ശൂലമെടുത്ത് അതിക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം ഇന്ദ്രദൈവതം അസ്ത്രമയച്ചോരളവ് ചെന്ന് ഇന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. ആ സമയത്ത് ഇന്ദ്രചാപം അയച്ചിട്ട്, ഇന്ദ്രാരി എന്നാൽ ഇന്ദ്രന്റെ ശത്രുക്കളാണ് രാക്ഷസന്മാരും അസുരന്മാരും. അങ്ങനെ ഈ ഖരൻ എന്ന രാക്ഷസന്റെ തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. എന്നിട്ടത് പോയി വീണതാകട്ടെ ലങ്കാനഗര ഉത്തരദ്വാരെ, ലങ്കാനഗരത്തിൻ്റെ വടക്ക് ദ്വാരത്തിൽ ആ തല വീണിതു. തൂണിപുക്കിതു വന്നു ബാണവും അതുനേരം. അവിടെ പോയ ആ ബാണം തിരിച്ച് ഭഗവാന്റെ ആവനാഴിയിൽ വന്ന് വീണു. ഇത് കണ്ടിട്ട് അവിടെയുള്ള ലങ്കാനഗരത്തിലുള്ള രാക്ഷസരെല്ലാം ഇതാരുടെ തലയെന്ന് കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. അവരാകെ പരിഭ്രമിച്ചു, ഇതാരുടെ തലയാണ്? അങ്ങനെ ഖരദൂഷണ തൃശിരാക്കളാം നിശാചരർ അവരും 14,000 മരിച്ചിതു നാഴിക 3:45 കൊണ്ട്. വളരെ ചെറിയ സമയം കൊണ്ട് രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. ഇതൊക്കെ കണ്ടിട്ട് ശൂർപ്പണഖയും അവിടെ ബോധം കെട്ടു വീണു. എന്നാൽ മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം അതുനേരം. ആ മരിച്ചു വീണ നിശാചരർ എല്ലാവരും തന്നെ തങ്ങളുടെ രാക്ഷസ ശരീരത്തെ ഉപേക്ഷിച്ച് ഒരു ദിവ്യ വിഗ്രഹത്തെ, പ്രകാശമുള്ള ഒരു ശരീരത്തെ സ്വീകരിച്ചു. എന്നിട്ട് ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്ന്. ശ്രീരാമചന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ അവർക്ക് ജ്ഞാനം ഉപദേശിച്ചു. എന്നിട്ട് മാനസേ പുനരവർ ഏവരും അതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ആമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. തങ്ങൾക്ക് ജ്ഞാനം ഉപദേശിച്ച ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം വെച്ച് കൂപ്പിയിട്ട് സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ, സമസ്ത പാപഹരം, എല്ലാ പാപങ്ങളെയും ഹരിച്ചില്ലാതാക്കുന്ന, സേവക അഭീഷ്ടപ്രദം, ഒരു സേവകനെ പോലെ ഭഗവാനെ സേവിക്കുന്നവരുടെ അഭീഷ്ടങ്ങളെ ദാനം ചെയ്യുന്നവൻ, സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ, രമിച്ചീടണം ചിത്തം, എൻ്റെ ചിത്തം ഭഗവാനിൽ എപ്പോഴും രമിക്കണം. ഭവതി രമാപതേ, ത്വത്പാദാംബുജം നിത്യം ധ്യാനിച്ച് മുനിജനം ഉദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. അങ്ങയുടെ പാദാംബുജത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് മുനിജനങ്ങൾ മരണത്തെയും ഉദ്ഭവം ജനനത്തെയും കൊണ്ടുള്ള ദുഃഖങ്ങളെ, ജനന മരണങ്ങൾ നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ആ ദുഃഖത്തെ കളയുന്നത് ഭഗവാന്റെ പാദാംബുജ സ്മരണയാണ്. ഇനി ഇവർ ആരായിരുന്നു എന്ന് പറയുകയാണ്. മുൽപ്പാട് മഹേശനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. പണ്ട് ഞങ്ങൾ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. അങ്ങനെ പരമേശ്വരൻ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായ സമയത്ത് ഭേദവിഭ്രമം തീർത്ത് സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാൻ ഇതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്. ആ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്.
ഇവിടെ ഭേദമുണ്ട് എന്ന തോന്നൽ, അതാണ് ഭേദവിഭ്രമം. പരമേശ്വരൻ വേറെയാണ്, വിഷ്ണു വേറെയാണ് എന്ന തരത്തിലുള്ള ഈ ഭ്രമം തീർത്തിട്ട് സംസാരവൃക്ഷമൂലച്ഛേദനം, സംസാരവൃക്ഷത്തിന് കാരണമാകുന്നത് കർമ്മമാണ്. അപ്പോൾ അത് ഛേദിക്കുന്ന കുഠാരമായിട്ട്, ഒരു മഴുവായിട്ട് ഭവാൻ ഭവിക്ക എന്ന് മഹാദേവനോടാണ് പ്രാർത്ഥിച്ചത്. ഇത് പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്, അതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം. അങ്ങനെ പരമേശ്വരൻ അവരോട് പറയുകയാണ്, ഏറ്റവും എളുപ്പം മോക്ഷം കിട്ടാൻ ഭഗവാനെ ദ്വേഷിക്കുന്നവരായി തീരുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് മോക്ഷം കിട്ടുമെന്നാണ്. കാരണം ശത്രുക്കളെയാണ് നമ്മൾ കൂടുതൽ ഓർക്കുക. സ്നേഹിക്കുന്നവരെക്കാളും അധികം ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിയുന്നത് ശത്രുക്കളുടെ മുഖമാണ്. അതുപോലെ ഭഗവാനോട് അടുക്കുന്നതിൽ ശത്രുതാഭാവത്തോടെ അടുക്കുമ്പോൾ ഭഗവാനാൽ വധിക്കപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാണ്. ഭാഗവതത്തിൽ ജയവിജയന്മാർക്ക് അങ്ങനെയാണ് പെട്ടെന്ന് മോക്ഷം കിട്ടിയത്. 3 ജന്മവും ഭഗവാനെ ദ്വേഷിക്കുന്നവരായി തീർന്നു. അതുകൊണ്ട് മഹാദേവൻ അവരോട് പറഞ്ഞു, യാമിനീചരന്മാരായി ജനിക്ക നിങ്ങൾ രാക്ഷസന്മാരായിട്ട് ജനിക്കുക. ആ സമയത്ത് രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. ഇവിടെ പറയുന്നത് പരമേശ്വരനാണ്. ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, രാമൻ വേറെയല്ല, പരമേശ്വരൻ വേറെയല്ല, വിഷ്ണു വേറെയല്ല എന്ന് ഇവരെ ബോധിപ്പിക്കുകയാണ്. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ച് മോക്ഷവും തന്നിടുവനില്ല സംശയമേതും. അങ്ങനെ രാമാവതാരം സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ രാക്ഷസദേഹത്തെ ഛേദിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ മോക്ഷത്തെ തരാം എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം എന്താണ്? മഹാദേവനായതും രഘുപതി, പരമേശ്വരനായിരിക്കുന്നതും സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ഇവിടെ ഭേദമില്ല. ഭേദം നമ്മുടെ വെറുമൊരു ഭ്രമമാണ്. അങ്ങനെ ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിൻ തിരുവടിനാഥ. ഇവിടെ വീണ്ടും ജ്ഞാനം ഉപദേശിച്ചു എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് ഉപദേശരൂപേണ ലഭിച്ചില്ല. ആ ഭഗവാന്റെ ദർശനമാത്രയിൽ കിട്ടുന്ന ഒരറിവ്, ഒരു ബോധം, അത് ഉണർന്നു. ഇനി ശരിയായ രീതിയിലുള്ള ജ്ഞാനോപദേശം അത് തരണം എന്ന് അവർ അപേക്ഷിച്ച നേരത്ത് രഘുനാഥൻ മന്ദഹാസവും പൂണ്ട് സാനന്ദം അരുൾ ചെയ്തു. ജ്ഞാനത്തെ ഉപദേശിക്കുകയാണ്. വിഗ്രഹ ഇന്ദ്രിയ മനഃ പ്രാണ അഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായത് പരമാത്മാ. നമ്മുടെ ഈ വിഗ്രഹം എന്ന ശരീരം, ആ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സ്, ആ മനസ്സിനെ ചലിപ്പിക്കുന്ന പ്രാണൻ, അഹങ്കാരം, വ്യക്തിബോധം, ഇവയ്ക്കൊക്കവേ സാക്ഷിഭൂതനായത്, ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് സാക്ഷിയായിട്ടിരിക്കുന്നത് പരമാത്മാ. ജാഗ്രത് സ്വപ്നാഖ്യാദ്യ അവസ്ഥാഭേദങ്ങൾക്കും മീതെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും നാം എന്നറിയുന്നു. എന്നാൽ സ്വപ്നത്തിൽ ഈ ശരീരത്തെക്കുറിച്ചുള്ള, നമ്മുടെ വർത്തമാനകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധം മറയുന്നു. അവിടെ നമ്മുടേതായ ഒരു സങ്കല്പ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. എന്നാൽ അതിനും അപ്പുറത്ത് സുഷുപ്തി അവസ്ഥയിൽ സ്വപ്നവുമില്ല, പൂർണ്ണമായും മനസ്സ് ഒടുങ്ങുന്നു. ഇങ്ങനെയുള്ള അവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദം ഏകം, ഏകനായിട്ടുള്ള ആ സച്ചിദാനന്ദമാണ് ഉള്ളത്. ഇനി ശരീരവും മാറും. ബാല്യ കൗമാരാദികൾ ആഗമ അപായികൾ. ആഗമമെന്നാൽ വരും പോകും. ഒരിക്കലും എല്ലാ കാലത്തും ബാല്യാവസ്ഥ ഉണ്ടാവില്ല, എല്ലാ കാലത്തും കൗമാരാവസ്ഥ ഉണ്ടാവില്ല. ഇതിങ്ങനെ മാറി മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ശരീരം നശ്വരമാണ്. ശരീരം വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ബോധം വളരുന്നില്ല. ഞാൻ എന്ന ബോധം,
അത് എപ്പോൾ മുതൽ നമുക്ക് ഉണർന്നു തുടങ്ങിയോ അപ്പോൾ മുതൽ മരണം വരെ അതേ ബോധമാണ്, ഞാൻ എന്ന ബോധം. എന്നാൽ നമ്മുടെ ആ വ്യക്തി അഹങ്കാരമാണ് പക്വതപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. മനസ്സ് പാകമാകുന്നു, കുറച്ചുകൂടെ പക്വത വരുന്നു, ഇതൊക്കെ നമ്മുടെ വ്യക്തി അഹങ്കാരത്തിനാണ്, വ്യക്തിബോധത്തിനല്ല. ഞാൻ എന്ന ബോധം അത് ഏത് പ്രായത്തിലും ഒന്ന് തന്നെയാണ്. പക്ഷെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ബാല്യ കൗമാരാദികൾ ആഗമ അപായികളാം കാല്യാദി ഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മം ആനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഇങ്ങനെ നമ്മൾ വിചാരം ചെയ്ത് എൻ്റെ ശരീരത്തിന് മാറ്റം സംഭവിക്കുമ്പോഴും മാറ്റം സംഭവിക്കാത്ത ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, ആ ബോധം അതാരാണ്? ഇങ്ങനെ വിചാരം ചെയ്യണം. അങ്ങനെ വിചാരം ചെയ്ത് ധ്യാനിക്കുമ്പോൾ അങ്ങനെ മോക്ഷം വന്നുകൂടും എന്നാണ് പറയുന്നത്. ഈ വണ്ണം ഉപദേശം ചെയ്ത് മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത് കാരണൻ ദാശരഥി. രാഘവൻ 3.25 നാഴിക കൊണ്ട് കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം. ഇങ്ങനെ ഇവിടെ യുദ്ധത്തിന്റെ ആരവം ഒഴിഞ്ഞു എന്ന് കണ്ട സമയത്ത് സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്ന് രാമചന്ദ്രനെ വീണ് നമസ്കാരവും ചെയ്താൻ. എന്നാൽ സീതാദേവി നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്രന്റെ ശരീരം മുഴുവനും മുറിവുകളാണ്. ശസ്ത്രൗഘ നികൃത്തമാം, ശസ്ത്രങ്ങളുടെ കൂട്ടത്താൽ മുറിവ് പറ്റിയ ഭർത്തൃവിഗ്രഹം കണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ ശരീരം കണ്ട് മുക്തബാഷ്പോദം, കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരങ്ങനെ വന്ന് വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പൊണ്ണുമതിൻ വടുവും മാച്ചിടിനാൾ. ആ മുറിവ് മാത്രമല്ല, മുറിവിൻ്റെ ആ ഒരു കല പോലും ദേവി മായ്ച്ചു കളഞ്ഞു എന്നാണ്. രക്ഷോവീരന്മാർ വീണുകിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. ഇത്രയും വലിയ രക്ഷോഗണങ്ങളെ ശ്രീരാമചന്ദ്രൻ ഒറ്റയ്ക്ക് എതിരിട്ട് തോൽപ്പിച്ചു എന്ന് കണ്ട് ലക്ഷ്മണന് ഉള്ളിൽ അത്രയും വിസ്മയമുണ്ടായി. രാവണൻ തൻ്റെ വരവുണ്ട് ഇനിയിപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഒട്ടും വൈകാതെ രാവണൻ വരും എന്ന് ദേവദേവൻ പറയുകയും ചെയ്തു. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ, ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം, യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000. പിന്നെ ലക്ഷ്മണനോട് പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ഈ അടുത്തുള്ള തപോവനത്തിലുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറയണം, ഇവിടെ ഇങ്ങനെയൊരു യുദ്ധം നടന്നതും ഖരദൂഷണ ത്രിശിരാക്കളും ഒപ്പം വന്ന 14,000 സിദ്ധിയെ പ്രാപിച്ചതും അവരോട് പറയണം. എന്നിട്ട് നീ വരികെന്ന് പാപനാശനൻ അരുൾ ചെയ്തു. എല്ലാ പാപത്തെയും നശിപ്പിക്കുന്ന ശ്രീരാമചന്ദ്രൻ അരുൾ ചെയ്ത് അയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ. അങ്ങനെ ലക്ഷ്മണൻ തപോധനന്മാരോട് പോയി പറഞ്ഞു അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. ലക്ഷ്മണൻ ഉടനെ തന്നെ അമിത്രാന്തകൻ രാക്ഷസനായ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ അവരോട് പറഞ്ഞു. ക്രമത്താൽ ഇനി കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരികൾ എന്നുറച്ചു മുനിജനം. ഇപ്പൊ മുനിമാരൊക്കെ കാത്തു നിൽക്കുന്നത് എല്ലാ രാക്ഷസന്മാരുടെയും വംശനാശത്തിനാണ്. അങ്ങനെ ക്രമത്താൽ കാലം വൈകാതെ ഈ അമർത്യവൈരികൾ എല്ലാ രാക്ഷസന്മാരും ഒടുങ്ങുമല്ലോ എന്ന് മനസ്സിൽ സന്തോഷിച്ചു. എന്നിട്ട് പലരും കൂടെ നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല ലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും. ഈ മുനിമാരൊക്കെ കൂടെ ജപിച്ചിട്ട് അവർ നിർമ്മിച്ചു പല ലാശികൾ മായ. പലലാശികൾ എന്നാൽ രാക്ഷസർ. രാക്ഷസരുടെ മായ അത് വലിയ വിനാശത്തെ ഉണ്ടാക്കും. ആ മായ തട്ടാതിരിക്കാൻ, നമ്മൾ കണ്ണ് തട്ടാതിരിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടിനാർ.
അപ്പൊ ലക്ഷ്മണൻ പോയ സമയത്ത് ഈ മുനിമാരൊക്കെ അവരുടെ തപശക്തിയാൽ നിർമ്മിച്ച അങ്കുലീയവും മോതിരവും ചൂടാരത്നവും കവചവും ശരീരത്തിൽ ധരിക്കാനായിട്ട് കൊടുത്തുവിട്ടു. അപ്പോൾ ഇതൊക്കെ തന്നെ പണ്ട് മുതലേ ഉണ്ട്. നമ്മൾ ഈ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചരട് കിട്ടുന്നത് പോലെ അങ്ങനെ ഇത് ശരീരത്തിൽ ധരിക്കാനായി പറഞ്ഞു വിട്ടു. ലക്ഷ്മണൻ അവ മൂന്നും കൊണ്ടുവന്ന് ആശുരാമൻ തൃക്കാൽക്കൽ വെച്ച് തൊഴുതിയിടിനാൻ ഭക്തിയോടെ. ഈ മോതിരമൊക്കെ പിന്നീട് ഇവർക്ക് ഉപകാരപ്പെടുന്നത് നമുക്കറിയാം. അങ്കുലീയകമെടുത്ത് അംബുജവിലോചനൻ അങ്കുലത്തിന് മേലിട്ടു. താമരക്കണ്ണനായ ശ്രീരാമചന്ദ്രൻ ആ അങ്കുലീയകം മോതിരമെടുത്ത് അങ്കുലത്തിന് വിരലിൽ ഇട്ടു. എന്നിട്ട് ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്ക് നൽകിയിടിനാൻ. ചൂടാരത്നം മൈഥിലിക്ക് കൊടുത്തു. കവചവും ഭ്രാതാവ് തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. കവചം ലക്ഷ്മണന് കൊടുത്തിട്ട് ലക്ഷ്മണനോട് അണിയുവാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഭഗവാൻ അങ്കുലീയം താൻ സ്വയം അണിഞ്ഞു. ചൂടാരത്നം സീതാദേവിക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. ഇനി രാവണന്റെ അടുത്ത് പോയിട്ട് പരാതി പറയാം എന്ന് വിചാരിച്ച് അവിടേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് സാക്ഷാൽ അഞ്ജനശൈലം പോലെ, അഞ്ജനശൈലം കറുത്തിരുണ്ട പർവ്വതം എങ്ങനെയാണോ നിലത്ത് പെട്ടെന്ന് പതിക്കുന്നത് അതുപോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. അലമുറയിട്ട് കരയുകയാണ്. രാവണൻ നോക്കിയപ്പോൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനി. ഇങ്ങനെയൊക്കെയുള്ള ഭഗിനിയുടെ, തൻ്റെ സഹോദരിയുടെ ആ വികൃതമായ രൂപം കണ്ടിട്ട് ആ ഭഗിനിയോട് അവനും രാവണനും ഉരചെയ്താൻ ഇപ്രകാരം ചോദിച്ചു: എന്തിതു വത്സേ, ഇതെന്തു പറ്റി? ചൊല്ലീടു എന്നോട് പരമാർത്ഥം. ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ഇവിടെ ബന്ധം എന്നാൽ എന്താണ് കാരണം? ഈ വൈരൂപ്യം വന്നിടുവാൻ എന്താ കാരണം? ഇത് ചെയ്തവൻ ആരാണ്? ശക്രനോ ഇന്ദ്രനാണോ കൃതാന്തനോ യമനാണോ പാശിയോ? പാശി വരുണനാണോ കുബേരനോ? ദുഷ്കൃതം ചെയ്തതവൻ തന്നെ. ഞാൻ ഒടുക്കുവാൻ, ഞാൻ ആരായാലും, ഈ പറയുന്നവരിൽ ആരായാലും, അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇവരിൽ ആരെങ്കിലുമാണോ എങ്കിൽ ഞാൻ അവനെ ഉടനെ കൊന്നുകളയും. സത്യം ചൊല്ലൂ, സത്യം പറയൂ എന്ന നേരം എന്ന് കേട്ടപ്പോൾ അവളും ഉര ചെയ്താൾ. അപ്പൊ തിരിച്ച് രാവണനെ വഴക്ക് പറയുകയാണ്. എത്രയും മൂഢൻ ഭവാൻ, ഇവിടെ ഇരുന്നോ? പ്രമത്തൻ, മത്തനായിട്ട്, പാനാസക്തൻ, മദ്യപാനമൊക്കെ കഴിച്ച് ആ ലഹരിയിൽ സ്ത്രീജിതൻ, കണ്ട സ്ത്രീകളോട് രമിച്ച് അതിഷഠൻ, അങ്ങനെ നീ ഇങ്ങനെ അന്തപുരത്തിൽ അങ്ങനെ രസിക്കുകയല്ലേ? നീ എന്തറിഞ്ഞിരിക്കുന്നു? ഈ നാട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും നീ അറിയുന്നുണ്ടോ? രാജാവാണത്രേ രാജാവ്. രാജാവെന്ന് എന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥാൻ? നിന്നെ ഒന്നും ആ പറച്ചിലിന് ആ രാജാവ് എന്ന് വിളിക്കാനൊന്നും കൊള്ളില്ല നിന്നെ. ചാരചക്ഷുസ്സും, കാരണം ഒരു രാജാവ് ഏത് നേരവും ജാഗ്രതയിലായിരിക്കണം. ചാരന്മാരെ എല്ലായിടത്തും അയച്ചിട്ട് ഈ ലോകത്ത് അല്ലെങ്കിൽ തൻ്റെ ആ അധീനതയിലുള്ള പ്രദേശങ്ങളിലും ഒക്കെ എന്ത് നടക്കുന്നു എന്നറിയണം. അല്ലാതെ എന്ത് രാജാവാണ്? ചാരചക്ഷുസ്സും വിചാരവുമില്ല. ഇതൊന്നുമില്ലാതെ നിത്യം നാരീ സേവയും ചെയ്ത് കിടന്നീടല്ലായ്പ്പോഴും നീ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നോളൂ. നീ കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ? വീരശൂര പരാക്രമികളായ ഖരനും ദൂഷണനും തൃശിരസ്സും കൂടാതെ കൂട്ടമേ 14,000 രാക്ഷസരും മുടിഞ്ഞതും എത്ര സമയം കൊണ്ട്? പ്രഹരാർത്ഥേന 3.25 നാഴിക കൊണ്ട്. രാമൻ എന്നൊരുത്തൻ, അവിടെ ആ രാമന്റെ പേര് പറയാണ്.
രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ. ഇതൊന്നും നീ അറിഞ്ഞില്ലേ? എന്ത് രാജാവാണ് നീ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതും. നീ ഒരു പുതിയ പേര് പറഞ്ഞല്ലോ, ആരാണ് രാമൻ? എന്തൊരു മൂലം അവൻ കൊല്ലുവാൻ എന്നും. അങ്ങനെ വെറുതെ ഒരാൾ വന്ന് ഖരനെയും ദൂഷണനെയും ഒക്കെ കൊല്ലുമോ? എന്താ കാരണം എന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവൻ അവന് ഞാൻ. ശരിയായ കാരണം പറയുകയാണെങ്കിൽ അവൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായാൽ അവനെ ഞാൻ അന്തകന് കൊടുക്കും, അവനെ ഞാൻ കൊല്ലും. സോദരി ചൊന്നാൾ അതു കേട്ടു രാവണനോട്. ശൂർപ്പണഖ രാവണനോട് ഇപ്പോൾ ഇതുപോലെ പറയുകയാണ്. യാതുധാനാധിപതേ, അല്ലയോ രാക്ഷസ രാജാവായിട്ടുള്ള രാവണ, കേട്ടാലും പരമാർത്ഥം. ഞാൻ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ട് താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ. ഗൗതമി നദിയുടെ തീരത്തങ്ങനെ രസിച്ച് ഞാൻ നടക്കുകയായിരുന്നു. ആശ്രമത്തിങ്കൽ തത്ര, അവിടെ ഒരു ആശ്രമം കണ്ടു. അവിടെയാകട്ടെ ഒരു നല്ലൊരു സുന്ദരൻ പുരുഷൻ രാമൻ. രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ, അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയുകയാണ്. ഈ ജഗത്തിന് ആശ്രയഭൂതനായിട്ടുള്ള ആ രാമൻ ജടാവൽക്കലങ്ങളും പൂണ്ട്. എന്നാൽ രാമൻ ഒരു ക്ഷത്രിയനാണ്. പക്ഷേ ഇപ്പോൾ ജടാവൽക്കലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മദാരങ്ങളോടും, ധർമ്മധാര മാത്രമേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അപ്പോ ദാരങ്ങൾ എന്ന് പറയേണ്ടതില്ല, പക്ഷെ ഭാര്യയോടും സോദരനായിടിന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ആരാ എന്താ എന്നൊക്കെ അറിയാൻ ഞാൻ ഒന്ന് അടുത്തു ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ശ്രീരാമ ഉത്സംഗെ, സീതാദേവി എവിടെയായിരിക്കുന്നത്? ശ്രീരാമചന്ദ്രന്റെ മടിയിൽ. വാഴും ഭാമിനി തന്നെ കണ്ടാൽ ഒരു സുന്ദരി. നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. രാവണനെ പ്രചോദിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞു നാരീ സേവ ചെയ്യാൻ സ്ത്രീജിതനാണ്. അപ്പോൾ രാവണന്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും ഇനി ഒരു സുന്ദരിയെ കുറിച്ച് കേട്ടാലും രാവണൻ അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ടാണ് സീതയിലൂടെ തുടങ്ങിയത്. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ, ദേവലോകത്ത് കാണില്ല, ഗന്ധർവലോകത്ത്, നാഗലോകത്ത്, മനുഷ്യരിൽ, ഇങ്ങനെ ഏതൊക്കെ ഗണത്തിൽ സ്ത്രീകളുണ്ടോ അവരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഒരു സംശയവും വേണ്ട, സീതയെ പോലെ ഒരു സുന്ദരി ഈ ലോകത്തിൽ ഇന്നില്ല. ഇന്ദിരാദേവി താനും, ലക്ഷ്മീദേവി ആകട്ടെ, ഗൗരി, പാർവതി ആകട്ടെ, വാണിമാതാവാകട്ടെ, ഇനി ഇന്ദ്രാണി ആവട്ടെ, ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും, ഇവരൊക്കെയാണ് സുന്ദരിമാർ എന്നാണ് വെപ്പ്. അപ്പൊ ഇവര് പോലും നാണം പൂണ്ട് ഒളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. ഈ സീതയെ ഒന്ന് കാണട്ടെ, അവരൊക്കെ നാണം കൊണ്ട് ഒളിക്കും. കാരണം ആ സീതയുടെ മുമ്പിൽ വരാൻ മാത്രമുള്ള സൗന്ദര്യമൊന്നും ഇവർക്കാർക്കുമില്ല. കാണുമ്പോൾ അനങ്കനും ശരീരമില്ലാത്ത കാമദേവനും ദേവത അവളല്ലോ. അതായത് കാമദേവന് ദേവതയായിരിക്കുക, അപ്പോൾ അത്രയും സുന്ദരിയാണ്. തത്പതിയാകും പുരുഷൻ ജഗത്പതി എന്ന് കൽപ്പിക്കാം. ഈ സീതയുടെ പതി ആരാകുമോ അയാളായിരിക്കും ജഗത്തിന്റെ പതി. കാരണം ഇതുപോലെ ഒരു സ്ത്രീരത്നം ഈ ലോകത്തിൽ വേറെയില്ല. ഇപ്പോൾ ശ്രീരാമചന്ദ്രനാണ് സീതയുടെ പതി. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ജഗത്പതിയായിരിക്കുന്നത്. അത് നീയാണെങ്കിൽ, രാവണ നീ ആവുകയാണെങ്കിൽ ആരാണ് ജഗത്പതി? രാവണൻ. അപ്പോൾ അങ്ങനെ കൽപ്പിക്കാം, ഒരു സംശയവും വേണ്ട. അതാണ് വികൽപ്പമില്ല, അല്പവും അതിനിപ്പോൾ, അതിനൊരു സംശയമേ വേണ്ട. ത്വത്പത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്ന് കൽപ്പിച്ചുകൊണ്ട് ഇങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. അപ്പോൾ എന്ത് നല്ല സ്നേഹമുള്ള സഹോദരി. എന്റെ ജ്യേഷ്ഠൻ ജഗത്പതി ആകണം, അതിനെന്ത് വേണം? ഈ സ്ത്രീരത്നത്തെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരണം.
അങ്ങനെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ ഞാൻ സീതാദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് എൻ്റെ ജ്യേഷ്ഠ. പക്ഷേ അതിൽ കോപിഷ്ഠരായിട്ടാണ് മദ്കുജാനാസാകർണ ഛേദനം ചെയ്താനപ്പോൾ. അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ സീതയെ നിനക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറൊന്നിനുമല്ല, നിനക്ക് തരാൻ, നിന്നെ ജഗത്പതിയാക്കാൻ വേണ്ടിയിട്ട് ആ സീതയെ കൊണ്ടുവരാൻ തുനിഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠ എൻ്റെ മൂക്കും മുലയുമൊക്കെ അവർ വെട്ടിക്കളഞ്ഞത്. അതാരാണ് ചെയ്തത്? ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ. രാഘവനാണ് ആജ്ഞ കൊടുത്തത്, ലക്ഷ്മണൻ ചെയ്തു എന്നേ ഉള്ളൂ. ഈ വൃത്താന്തം ഖരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചര ആനീകിനി, ആനീകിനി എന്ന സൈന്യം, ആ നക്തഞ്ചര സൈന്യത്തോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. രാമൻ നിസ്സാരക്കാരനല്ല, അത് എനിക്ക് മനസ്സിലായി. ഈ രാമൻ പിണങ്ങിയാൽ, അതാണ് വിശ്വം ക്ഷണാൽ ഭസ്മമാക്കിയിടും, അത്രയും പരാക്രമമുള്ളവനാണ്. ആ രാമന്റെ വിക്രമം വിചാരിച്ചാൽ വിസ്മയമാണ്, അത്ഭുതമാണ്. കന്നൽ നേർമിഴിയാളാം, കന്നൽ മത്സ്യം, മത്സ്യത്തിൻ്റെ കണ്ണുകൾ, മീനാക്ഷി, മീനാക്ഷിയായിട്ടുള്ള ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വത്സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ നിന്റെ അടുത്ത് നിന്റെ ഭാര്യാപദവി അലങ്കരിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. തത് സാമർഥ്യങ്ങളെല്ലാം, ഇപ്പോൾ ആ രാമന്റെ സാമർഥ്യമൊക്കെ പത്മാക്ഷിയാകും അവൾ, താമരക്കണ്ണിയായിട്ടുള്ള ആ സീതാദേവി ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. അവൾ ഉത്സംഗേ, ആ രാമന്റെ മടിത്തട്ടിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ശ്രീരാമൻ ഇത്രയും പരാക്രമം. അപ്പോൾ ആ സീതാദേവി രാവണന്റെ അടുത്ത് എത്തിയാലോ? രാവണൻ ആരാകുന്നു? ജഗത്പതിയാകുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ദേവ അരാതി എന്നാൽ ദേവന്മാരുടെ ശത്രു. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ. അപ്പോഴും രാവണനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിസ്സാരനാണെന്നൊന്നും കരുതി അങ്ങ് പോയേക്കരുത്. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ. നീ ഒരു പക്ഷേ ശിവനെയൊക്കെ ജയിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ കാമവൈരിക്കും ശിവനു പോലും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ, നേരെ ഈ ശ്രീരാമചന്ദ്രനോട് ശിവന് പോലും ഒരുപക്ഷെ നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എന്തു വേണം? മോഹിപ്പിച്ചൊരു ജാതി മായയാ, നിന്റെ ആ മായാശക്തി, നിന്റെ മായാശക്തി പ്രയോഗിക്കണം. അങ്ങനെ അവരെ മോഹിപ്പിച്ചിട്ട് ആ ബാലന്മാരെ എന്നതുകൊണ്ട് രാമലക്ഷ്മണന്മാരെ അവരെ മോഹിപ്പിച്ചിട്ട് മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയേ ഉള്ളൂ. അതേ നടക്കുള്ളൂ, അല്ലാതെ അവിടെ പോയി യുദ്ധം ചെയ്യാമെന്നൊന്നും നീ വിചാരിക്കേണ്ട. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തനിക്കു വേണ്ടി ഒരു ത്യാഗം ചെയ്യാൻ പോയതാണല്ലോ എൻ്റെ സോദരി എന്ന് വിചാരിച്ചപ്പോൾ രാവണന് വലിയ വിഷമമായി, അതേസമയം സന്തോഷവുമായി. തനിക്ക് നല്ലൊരു സുന്ദരിയെ ഭാര്യയായി കിട്ടാൻ ഒരു അവസരം ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ സോദരിയെ തൂർണം എന്നാൽ വേഗത്തിൽ അവളെ ആശ്വസിപ്പിച്ചു. സാരമില്ല, തന്നുടെ മണിയറ തന്നിൽ അങ്ങകം പൂക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സോദരിയെ പറഞ്ഞയച്ച് മണിയറയിൽ പോയി. എന്നാൽ അവിടെ ഉറക്കം വരുന്നില്ല. ഉറക്കം വന്നില്ലേതും നിദ്ര വന്നതില്ലേതും, കാരണം ചിന്തയുണ്ടാക മൂലം. ചിന്തയാണ് സീതയെ കൊണ്ടുവരുന്നത്, സീത തൻ്റെ ഭാര്യയാവുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച്. എന്നാൽ അതേസമയം രാമന്റെ ആ പരാക്രമം ഓർത്തിട്ട് എത്രയും ചിത്രം, ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ, ഒരു മനുഷ്യനാൽ 3:45 നാഴിക നേരം കൊണ്ട് അതിശക്തനായിട്ടുള്ള നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരർ ഇരുവരും, അവരുടെ പരാക്രമം അറിയാം രാവണന്. അവർ മാത്രമല്ല പത്തികൾ എന്നാൽ കാലാൾപ്പട,
ആ 14,000 മുടിഞ്ഞുപോയി. അതൊരു വളരെ വിചിത്രമായ കാര്യമാണ്. എങ്കിൽ വ്യക്തം മാനുഷനല്ല രാമൻ എന്നത് നൂനം. തീർച്ചയാണ് ശ്രീരാമചന്ദ്രൻ ഒരു സാധാരണ മനുഷ്യനല്ല. അപ്പോൾ രാവണനെല്ലാം അറിയാം. രാവണൻ ചിന്തിക്കുകയാണ്, ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ, മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തിപ്രിയൻ, ധാതാവ് ബ്രഹ്മാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്ന് ഭൂതലെ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്തിനായിട്ട് രാവണൻ അറിയാം, എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടുവന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. ഇവിടെ സന്തോഷമാണ് രാവണന്. തന്നെ വധിക്കാനായിട്ട് സാക്ഷാൽ നാരായണൻ ശ്രീരാമചന്ദ്രനായി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് രാവണനും അറിഞ്ഞിട്ടുണ്ട്. ശൂർപ്പണഖ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് ശ്രീരാമചന്ദ്രനാകാനാണ് സാധ്യത. എങ്കിൽ അനുഗ്രഹമായി ആ രാമന്റെ കൈകൊണ്ട് മരിച്ചാൽ ഞാൻ വൈകുണ്ഠത്തിലെത്തും. ഇനി അല്ലെങ്കിൽ അങ്ങനെ എന്നെ വധിക്കാൻ ഉദ്ദേശമില്ലെങ്കിലോ, അല്ലെങ്കിൽ എങ്ങാനും ഞാൻ ജയിച്ചാലോ വാഴാം രാക്ഷസരാജ്യം എന്നാൽ തിരിച്ചു വീണ്ടും എനിക്ക് ഇതേപോലെ തന്നെ വൈകുണ്ഠരാജ്യം പ്രാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഞാൻ ജീവിക്കുന്നുവോ അതേപോലെ രാക്ഷസരാജ്യം എന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും. തീർച്ചയായും രണ്ടായാലും ഒന്ന് തന്നെയാണ്. ഇങ്ങനെയൊക്കെ മനസ്സിൽ നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും. അതുകൊണ്ട് മുൻപോട്ടു പോവുക തന്നെ. കാരണം തന്നെ വധിക്കാനാണ് ശ്രീരാമചന്ദ്രൻ വന്നതെങ്കിൽ അതൊരനുഗ്രഹമായി കണ്ട് ഞാൻ ഒരു ജാതിയും, അതായത് ഒരു കാരണവശാലും ഞാൻ മടിക്കേണ്ടതില്ല. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ. അപ്പോൾ രാവണന് അറിയാം കാര്യങ്ങൾ. ആ തത്വജ്ഞാനം, തന്നെ വധിക്കാനാണ് വന്നതെങ്കിൽ എനിക്ക് വൈകുണ്ഠത്തെ ലഭിക്കും എന്ന ആ തത്വം അറിയാവുന്ന ആ രാവണൻ അത്യാനന്ദവും പൂണ്ടാൻ, അത്രയധികം സന്തോഷവും ഉണ്ടായി. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. അതായത് താൻ ആരായിരുന്നു എന്ന ഒരു ബോധം കുറച്ചു നേരത്തേക്ക് രാവണന്റെ മനസ്സിൽ വന്നു എന്ന് വേണം കരുതാൻ. ജയവിജയന്മാരിലെ ജയനാണ് താൻ. അപ്പോൾ എന്തിനായിരുന്നു ഇത്രയും കാലം ഈ ഭൂമിയിൽ കാത്തിരുന്നത്? അത് വരാനിരിക്കുന്നു. വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ. അതായിരുന്നു അനുഗ്രഹവും. അപ്പോൾ എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിൽ എത്തണമെങ്കിൽ വിദ്വേഷത്തോടുകൂടെ ആ രാമനെ ഭജിക്കണം. എങ്കിൽ മാത്രമേ തിരിച്ച് പെട്ടെന്ന് എത്തുകയുള്ളൂ എന്നായിരുന്നു ആ വൈകുണ്ഠത്തിൽ വെച്ച് രാവണന്, അതായത് ജയന് കിട്ടിയ അനുഗ്രഹം. അതുകൊണ്ട് ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. സാധാരണ ആളുകളിൽ ഭക്തി കൊണ്ടാണ് ഭഗവാൻ പ്രസാദിക്കുകയെങ്കിൽ എന്നിൽ ഭഗവാൻ പ്രസാദിക്കുക വിദ്വേഷം കൊണ്ടാണ്. അതുകൊണ്ട് ഇത് നല്ലൊരവസരമാണ്. ഭഗവാനായിട്ട് കൊണ്ടുതന്ന ഈ അവസരം ഞാൻ പാഴാക്കരുത്. ഇങ്ങനെ വളരെ സന്തോഷത്തോടെ തനിക്ക് വരാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള ആനന്ദത്തെയും കുറിച്ച് ആലോചിച്ചാണ് ആ രാത്രി രാവണൻ കഴിച്ചുകൂട്ടിയത്.